ഹരി ഓം. ഖണ്ഡം 3. ഗിരിരാജഖണ്ഡം. അധ്യായം 7. ഗിരിരാജ തീർത്ഥവർണ്ണനം. ബഹുലാശ്വനും നാരദനും തമ്മിലുള്ള സംഭാഷണം തുടരുന്നു. ബഹുലാശ്വൻ നാരദനോട് ഇപ്രകാരം ചോദിച്ചു: അല്ലയോ നാരദ മഹർഷേ, ഗിരിരാജനായ ഗോവർദ്ധനത്തിൽ ഏതെല്ലാം തീർത്ഥങ്ങളാണ് ഉള്ളതെന്ന് ദയവായി എനിക്ക് വിവരിച്ചു തന്നാലും. ശ്രീ നാരദൻ പറഞ്ഞു: ഗോവർദ്ധനമെന്ന പുണ്യഭൂമിയിൽ അനേകം തീർത്ഥങ്ങൾ ഉണ്ട്. ഇന്ദ്രയാഗം ഉപേക്ഷിച്ച് ശ്രീകൃഷ്ണ ഭഗവാൻ ഗോവർദ്ധന പൂജയ്ക്ക് തുടക്കം കുറിച്ചത് അവിടെ ആണല്ലോ. പാപങ്ങളിൽ നിന്ന് മുക്തി നൽകുന്ന മാനസി ഗംഗ അവിടെ സ്ഥിതി ചെയ്യുന്നു. അതോടൊപ്പം ഗോവിന്ദകുണ്ഡം, ശ്വേതചന്ദ്രസരോവരം, രാധാകുണ്ഡം, കൃഷ്ണകുണ്ഡം, ലളിതാകുണ്ഡം, ഗോപാലകുണ്ഡം, കുസുമസരോവരം തുടങ്ങിയ അനേകം മഹത്തായ തീർത്ഥങ്ങളും ഗോവർദ്ധനത്തിൽ ദർശിക്കുവാൻ സാധിക്കും. ശ്രീകൃഷ്ണ ഭഗവാന്റെ കിരീടസ്പർശത്താൽ കിരീടരൂപം പ്രാപിച്ച ശിലയും ചിത്രശിലയും ഗോവർദ്ധനത്തിൽ ശോഭിക്കുന്നു. കൃഷ്ണൻ തന്റെ ചങ്ങാതിമാരോടൊപ്പം വാദ്യങ്ങൾ മുഴുക്കിക്കളിച്ച ശില വാദിനിശില എന്ന പേരിൽ അറിയപ്പെടുന്നു. കൃഷ്ണനും കൂട്ടുകാരും പന്ത് കളിച്ച സ്ഥലം കന്തുകക്ഷേത്രം എന്ന പേരിലും ദേവേന്ദ്രൻ ശ്രീകൃഷ്ണനെ നമസ്കരിച്ച സ്ഥലം ശക്രപദം എന്ന പേരിലും അറിയപ്പെടുന്നു. ബ്രഹ്മാവ് ഭഗവാനെ വണങ്ങിയ പുണ്യസ്ഥലം ബ്രഹ്മക്ഷേത്രം എന്നറിയപ്പെടുന്നു. അതുപോലെ ശ്രീകൃഷ്ണൻ ഗോപന്മാരുടെ വസ്ത്രങ്ങൾ ഒളിപ്പിച്ചുവെച്ച സ്ഥലം ഓഷ്ണീഷക്ഷേത്രം എന്ന പേരിലും പ്രസിദ്ധമാണ്. ഒരു ദിവസം തൈർ വിൽക്കാനായി പുറപ്പെട്ട ഗോപികമാരെ ശ്രീകൃഷ്ണ ഭഗവാൻ വഴിയിൽ തടഞ്ഞു നിർത്തി ഇപ്രകാരം പറഞ്ഞു: ഈ വഴിയിലൂടെ പോകുന്നവരെല്ലാം ഞങ്ങൾക്ക് നികുതി നൽകണം. അതിനാൽ നിങ്ങളും ചുങ്കം തരേണ്ടതാണ്. ഇത് കേട്ട് കോപിതരായ ഗോപികമാർ അവരുടെ തൈർക്കുടങ്ങൾ അവിടെ എറിഞ്ഞു ഉടച്ചു. ശേഷം കൃഷ്ണനെ ശാസിച്ചുകൊണ്ട് അവർ സ്വന്തം ഗൃഹങ്ങളിലേക്ക് മടങ്ങിപ്പോയി. തുടർന്ന് ഭഗവാൻ കൃഷ്ണനും ഗോപാലന്മാരും ചേർന്ന് അവിടെയുണ്ടായിരുന്ന വൃക്ഷങ്ങളിലെ ഇലകൾ പറിച്ച് കുമ്പിളുകളാക്കി. ആ ഇലക്കുമ്പിളുകളിൽ തൈർ എടുത്ത് സന്തോഷത്തോടെ കുടിച്ചു. അവിടെയുണ്ടായിരുന്ന വൃക്ഷങ്ങളിലെ ഇലകളെല്ലാം കുമ്പിളുകൾ പോലെയായി. അങ്ങനെ ആ സ്ഥലം ദ്രോണതീർത്ഥം എന്ന പുണ്യസ്ഥാനമായി ഭവിച്ചു. അവിടെ വെച്ച് ഭക്തിപൂർവം തൈർ ദാനം ചെയ്യുന്നവരും കുമ്പിളിൽ തൈർ പാനം ചെയ്യുന്നവരും ഗോലോകപ്രാപ്തി നേടുന്നു. കൃഷ്ണനും ചങ്ങാതിമാരും കണ്ണുകെട്ടിക്കളിച്ച സ്ഥലം ലൗകികതീർത്ഥം എന്ന പേരിൽ അറിയപ്പെടുന്നു. ഈ ദിവ്യതീർത്ഥം പാപങ്ങളെ നശിപ്പിക്കുന്നതാണ്. ശ്രീകൃഷ്ണലീലകൾ നടന്ന പുണ്യസ്ഥലമാണ് കദംബതീർത്ഥം. അതിന്റെ ദർശനമാത്രയിൽ തന്നെ മനുഷ്യർക്ക് മുക്തി കൈവരും. രാധാദേവി ശ്രീകൃഷ്ണ ഭഗവാനെ അലങ്കരിച്ച സ്ഥലം ശൃംഗാരമണ്ഡലം എന്നറിയപ്പെടുന്നു. കലിയുഗത്തിൽ 4800 വർഷങ്ങൾ പിന്നിടുമ്പോൾ ശൃംഗാരമണ്ഡലത്തിലെ ഗിരിരാജഗുഹയുടെ മധ്യഭാഗത്ത് ഭഗവാന്റെ ദിവ്യരൂപം പ്രത്യക്ഷമാകും. ദേവന്മാരുടെ അഹങ്കാരത്തെ ഇല്ലാതാക്കിയ ആ ദിവ്യരൂപം ശ്രീനാഥൻ എന്ന പേരിൽ അറിയപ്പെടും. ജഗന്നാഥൻ, രംഗനാഥൻ, ദ്വാരകാനാഥൻ, ബദരീനാഥൻ എന്നിവർ ഭാരതത്തിന്റെ 4 ദിക്കുകളിലായി സ്ഥിതി ചെയ്യുന്നു. അവരുടെ മധ്യഭാഗത്തായി ഗോവർദ്ധനനാഥൻ സ്ഥിതി ചെയ്യുന്നു. ഭക്തർ ആരാധിക്കുന്ന ഈ മഹാദിവ്യരൂപങ്ങളെയാണ് പഞ്ചനാഥന്മാർ എന്ന് വിളിക്കുന്നത്. ഈ പഞ്ചനാഥന്മാരെ ദർശിക്കുന്നവർക്ക് മോക്ഷപ്രാപ്തി ലഭിക്കുന്നു. ഗോവർദ്ധനത്തിലെ ഐരാവതത്തിന്റെയും സുരഭിയുടെയും പാദമുദ്രകൾ ദർശിക്കുന്നവർക്ക് വൈകുണ്ഠപ്രാപ്തി ലഭിക്കും. അതുപോലെ ശ്രീകൃഷ്ണ ഭഗവാന്റെ ഹസ്തമുദ്രയും പാദമുദ്രയും ദർശിക്കുന്നവർക്ക് ഗോലോകപ്രാപ്തി ലഭിക്കും. ശേഷം ശ്രീ നാരദൻ ഇപ്രകാരം പറഞ്ഞു: അല്ലയോ രാജാവേ, ഗോവർദ്ധനത്തിലെ മഹാപുണ്യ തീർത്ഥങ്ങളെക്കുറിച്ച് ഞാൻ എല്ലാം വിശദമായി വിവരിച്ചുവല്ലോ. ഇനി താങ്കൾക്ക് എന്താണ് ശ്രവിക്കേണ്ടത്? ഇവിടെ 3-ാം ഖണ്ഡത്തിലെ 7-ാം അധ്യായം സമാപിക്കുന്നു. ഹരി ഓം.